ഹലോ, ഇത് ഞങ്ങൾ ക്ഷേത്രത്തിലെ ഞങ്ങൾ ഒരു പൂജയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെ കുടുംബ പൂജ. അപ്പോൾ ഒരു വർഷത്തിലേ ഉള്ളൂ അത്. അപ്പം അത് ബുധനാഴ്ചയാണ്. അപ്പം ചൊവ്വാഴ്ച വൈകുന്നേരം ഞങ്ങളവിടെ അതിനു വേണ്ടി സാധനങ്ങളൊക്കെ ഞങ്ങളവിടെ കൊണ്ടു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനും അമ്മയും അച്ഛൻ്റെ ഇളയ പെങ്ങളും കൂടി ചൊവ്വാഴ്ച വൈകുന്നേരം ഞങ്ങൾ പോയിട്ടോ. പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവച്ച്. അപ്പോൾ അവിടുന്ന് അടുത്താണ്, അവിടെ കൊണ്ടുവച്ച് കേട്ടോ. ഇതിൽ ഞങ്ങൾ ക്ഷേത്രം കൊണ്ട് നടന്നതാണേ. അപ്പം ഇപ്പോൾ ഒരു 2-3 വർഷത്തോളമായി നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ട്. അപ്പം നമ്മൾ അങ്ങനെ കൊടുത്തോണ്ട് എല്ലാവർക്കും ഒത്തൊരുമയിൽ വരാൻ പറ്റൂല. അച്ഛൻ്റെ ഒരു പെങ്ങൾ തൃശ്ശൂരാണ്, പാലക്കാടാണ്. അത് കാരണം വരാൻ പറ്റൂല. അങ്ങനെ എല്ലാവരും ദൂരെ അച്ഛൻ്റെ 2 അനിയന്മാരായാലും എല്ലാവരും. പിന്നെയെന്ന് വെച്ചാൽ ഇട ദിവസമൊക്കെ ആയി വരുമ്പോൾ എല്ലാവരും ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ട് ആ ഒരു വർഷത്തിൽ എല്ലാവരും കൂടണം എന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായത് കാരണം വരാൻ പറ്റൂല. അത് കാരണം ഉള്ളവർ അപ്പം നമ്മൾ ഇങ്ങനെ ക്ഷേത്രം കൊടുത്ത സമയത്ത്, വേറെ ആൾക്ക് കൊടുത്ത സമയത്ത് അവരവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വർഷമാകുമ്പോൾ എല്ലാവരും വരണമെന്ന്. അപ്പം ആ 1 വർഷം നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ നമുക്ക് എന്തെങ്കിലും എണ്ണയ്ക്കും തിരിക്കുള്ള പൈസയോ അങ്ങനെയൊക്കെ ഇട്ട് തരുള്ളൂ കേട്ടോ. ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പൈസ ആ വർഷം ഇട്ട് തരുള്ളൂ, വരാൻ പറ്റാത്തവരൊക്കെ. അപ്പം ഇന്ന് ഇട ദിവസം ആയതുകൊണ്ട് പിള്ളേരും ആരുമൊന്നുമില്ല, ആരുമില്ല. അപ്പം ഞാനും അച്ഛൻ്റെ 2 പെങ്ങന്മാർ, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ ഒരാൾ, പിന്നെ അമ്മ, നമ്മൾ ഇത്രയും പേരും ഉണ്ടായിട്ടുള്ളൂ അവിടെ നേർച്ച കൊടുക്കാൻ വേണ്ടി മാത്രം. അപ്പം അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയതാട്ടോ. അങ്ങനെ പോയി അവിടുന്ന് കുറച്ച് അവിലും ഇതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ തുടങ്ങി അപ്പോഴാണ് ഞാനവിടെ എത്തുന്നത് കേട്ടോ. എല്ലാവരും അവിടെ എത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടി കിട്ടിയില്ലായിരുന്നു. അത് കാരണം ഞാൻ കുറച്ച് നേരമായി അപ്പോഴത്തേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയിട്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ രാവിലെ. തലേദിവസം എല്ലാവർക്കും നോമ്പല്ലേ. അപ്പം അങ്ങനെ നമ്മളവിടെ പോയിട്ട് അവിലും ഇതെല്ലാം ഉണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് കിട്ടിയേ. അതും കൂട്ടി ചായ കുടിച്ച്. അപ്പോഴത്തേക്ക് അമ്മ ദോശ ഉണ്ടാക്കി കേട്ടോ. ദോശയും കൂട്ടി സാമ്പാറും അതും കൂട്ടി പിന്നെ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച്. പിന്നെ നമ്മളെല്ലാവരും കൂടി പഴശ്ശി കുടീരത്ത് പോകാമെന്ന് പറഞ്ഞ്, മാനന്തവാടി തന്നെ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 5 പേരും കൂടി ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് വേണ്ടിയിട്ട് ഇറങ്ങി ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പം രാവിലെ തന്നെയായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞ് ഇത് എഴുതിയതുണ്ടോ, പഴശ്ശി കുടീരം എഴുതി വെച്ചതാണ്. അപ്പം നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ പണി നടക്കുന്ന. അപ്പം അങ്ങനെ ആളെ കയറ്റി വിടില്ല. അപ്പം അവർ പറഞ്ഞ് അങ്ങനെ ആളെ കയറ്റി വിടില്ല, നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് പതിയെ അങ്ങോട്ടേക്ക് പോയിട്ട് അങ്ങോട്ടേക്ക് കയറി. അങ്ങനെ ആളെ കയറ്റി വിടുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സ്ഥലമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കാണാൻ പറ്റിയില്ല. അത് കാരണം നമ്മൾ ഇത്ര രാവിലെ വന്നുകൊണ്ട് പണിക്കാരൊക്കെ വരുന്നുള്ളൂ. അപ്പം നമ്മളെന്താക്കി, ഒന്ന് ചുമ്മാ വെറുതെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് അതിൻ്റെ അകത്തൊക്കെ പോയി ഇങ്ങനെ പോന്നു കേട്ടോ. ഇത് അന്നത്തെ കാലത്തുള്ള വാളാട്ടോ, പഴശ്ശി കാലഘട്ടത്തിലുള്ള വാളാട്ടോ ഇത്. വാളും അമ്പ്, വില്ല് ഇങ്ങനത്തെ സാധനങ്ങളാട്ടോ ഇതൊക്കെ. പക്ഷേ ശരിക്കും ഇങ്ങോട്ടേക്കുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ അവിടെ എല്ലാം പണി നടക്കുന്ന അത് കാരണം എടുക്കാൻ പറ്റിയില്ല. അവരങ്ങോട്ട് കടത്തി വിടുന്നില്ല. അത് കാരണം അവിടെ അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇനി പണി തീർന്നിട്ട് ശരിക്കും വീഡിയോ എടുക്കാം കേട്ടോ. കണ്ടോ, പണ്ടത്തെ മുറം, ഇതൊക്കെ മുളയും കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ. പണ്ടത്തെ കലം, ചട്ടി, പാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒലക്ക, ഉരൽ, ആട്ടുകല്ല്, ഇങ്ങനത്തെ കൊട്ട കണ്ടില്ലേ, മൺകലങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ. അങ്ങനെ മൺപാത്രം, ഇതൊക്കെ പണ്ടുള്ള സംഭവം കേട്ടോ, പണ്ടേ ഉള്ളതാണ്. ഇതെല്ലാം ഇങ്ങനെ പുതുക്കി പണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒന്നല്ല, നിലത്തായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഞാൻ വന്നിട്ടുണ്ട് പണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇത് നമ്മളെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതാണ് കേട്ടോ. പിന്നെ കുറേ ഇങ്ങനെ ശില്പങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴി വേറെ, വരുന്ന വഴി വേറെ ആയിരുന്നു കേട്ടോ. അതിലേ വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ടുള്ള വരുന്ന വഴി അത് അവർ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല. അപ്പോൾ ഒരു വഴിയിൽ തന്നെ പോകണം, ഒരു വഴിയിൽ തന്നെ ഇറങ്ങിയും വരണം.
അപ്പുറത്ത് കൂടെ വിടൂല അവർ. അങ്ങനെ കുറേ സ്ഥലങ്ങൾ. അപ്പോൾ അമ്മയും അപ്പച്ചിമാരെല്ലാം അങ്ങ് എത്തിയിട്ട് അപ്പോൾ ഇളയ പെങ്ങൾ പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിർത്തിയതാണ്. അപ്പോൾ പറഞ്ഞ് വേഗം പോകാം അപ്പോൾ ഞാൻ ഓടി കയറിയതാട്ടോ. അപ്പോഴത്തേക്കും പണിക്കാരൊക്കെ വന്നെന്ന് തോന്നുന്നു കുറച്ച്. അപ്പോൾ ഇപ്പുറത്ത് കൂടി ഇതിലെയാണ് വഴി ഇറങ്ങിപ്പോകുന്നത്. അപ്പം നമുക്ക് പഴശ്ശി കുടീരം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് വേഗം ഇറങ്ങ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവിടെ പണിക്ക് അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. അത് കാരണം എനിക്ക് വീഡിയോസ് ഒന്നും ഇതിലെയാണ് ഇറങ്ങിപ്പോകുന്നത്. നല്ല ഭംഗി. ഇത് മോൾ വശാട്ടോ ഇതിൻ്റെ. നമ്മൾ ഫസ്റ്റ് കാണുന്ന സ്ഥലം കേട്ടോ ഇത്. പിന്നെ അങ്ങനെ വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്നു. പിന്നെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലെയൊക്കെ കുറച്ച് നടന്നു. അവർ മടുത്തിട്ട് അതാ അവിടെ ഇരിക്കുന്നു കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് കൈലിയിലേക്ക് നടന്ന് പിന്നെ ഞാനും അടുത്ത് അവിടെ പോയിരുന്നു കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ഇപ്പം അച്ഛൻ്റെ പെങ്ങളുടെ അടുത്തും പോകണം, അച്ഛൻ്റെ അമ്മയുടെ അടുത്തും പോകണം. അങ്ങനെ ഞങ്ങൾ എന്താക്കി മാനന്തവാടി വന്ന് നോക്കിയപ്പോൾ പ്രത്യേകിച്ച് പോയത് മാനന്തവാടി മഹാമേളയുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഫ്രിഡ്ജ് അല്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഓഫറിന്. വമ്പ ഓഫർ അവിടെ. പിന്നെ നമുക്ക് കടലാസ് ഉണ്ട്, വാറണ്ടി കടലാസ് ഉണ്ട്. അതടക്കം നമുക്ക് പിന്നെ തിരിച്ചു പോകാം. അത് കാരണം ജനങ്ങളെ തിരക്കായിരുന്നു അവിടെ കേട്ടോ. അവിടെ പോയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുള്ളൂ കേട്ടോ, കുക്കർ മാത്രം. പിന്നെ അമ്മ, അച്ഛൻ്റെ പെങ്ങന്മാർ, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ, പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അച്ഛൻ്റെ ഒരു പെങ്ങളെ വീട് അവിടെ അടുത്ത് തന്നെ കേട്ടോ മാനന്തവാടി. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടോ. ഇത് എൻ്റെ ലൈവിലൊക്കെ വരുന്ന പ്രിയല്ല, അച്ഛൻ്റെ പെങ്ങളെ മോളെ കുട്ടി, അവളാണ്. അവളെ കോഴിക്കോട് കെട്ടിച്ച് അവൾ വന്നതായിരുന്നു കേട്ടോ. 2 ദിവസമായി അവൾ വന്നിട്ട്, പൂജയ്ക്ക് വന്നതാണ്. അങ്ങനെ പിന്നെ അപ്പച്ചി അതാ ചായ വെക്കാൻ പോകുന്നു കേട്ടോ. ചായ വേണ്ട, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നേ. നമ്മൾ 5 പേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നേ. വെക്കണ്ടെന്ന് പറഞ്ഞിട്ടും ചായ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകാൻ സമയമില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നേരെ തിരിച്ചിങ്ങോട്ട് വരണ്ടേ. അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഓക്കേ.